ശബരിമല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വയം ഭരണാധികാരം നിലനിർത്തണം. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ. ഈ മണ്ഡലകാലം പ്രശ്നരഹിതമാക്കി തീർത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ യൂണിയൻ അഭിനന്ദിച്ചു. പോലീസിനും ദേവസ്വം ബോർഡിനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന പ്രവർത്തനത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനാണ് ഈ യൂണിയൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രതിപക്ഷ യൂണിയൻ എന്നുള്ള നിലയിൽ എല്ലാ തവണയും ഞങ്ങൾ വിമർശിക്കുന്നുവെങ്കിൽ ഇത്തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്രിയാത്മകമായ ഒരു നേതൃത്വത്തിലൂടെ നല്ല രീതിയിൽ ഈ മണ്ഡല മകരവിളക്ക് കാലം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ഞങ്ങൾക്ക് സംതൃപ്തിയുള്ളത് ഭക്തന് നല്ലവണ്ണം ദർശനം കിട്ടുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഭക്തരെ ഒരു സെക്കൻഡ് പോലും തിരുനടയുടെ മുമ്പിൽ നിർത്താതെ പിടിച്ചു തള്ളി വിട്ടിരുന്ന സാഹചര്യത്തിൽ നല്ലവണ്ണം ഒരു മിനിറ്റ് നിന്ന് തൊഴുവാൻ കഴിയുന്ന ഒരു ദർശന സൗഭാഗ്യം ഭക്തർക്ക് നൽകുവാൻ ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്രിയാത്മകമായ ഈ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനത്തിലൂടെയും കഴിയുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യമാണ്. ആ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഇനിയും ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ സ്പോട്ട് ബുക്കിംഗ് എന്ന സംവിധാനം കഴിഞ്ഞ തവണ ഞങ്ങൾ പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. സ്പോട്ട് ബുക്കിംഗ് എന്ന സംവിധാനം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ പമ്പയിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. നിലയ്ക്കൽ അടിയന്തരമായി കഴിഞ്ഞ തവണ നിലയ്ക്കലിൽ ബേസ് ഈ ശബരിമലയുടെ ബേസ് ക്യാമ്പായിട്ടാണ് നിലയ്ക്കൽ അറിയപ്പെടുന്നത്. എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന നിലയ്ക്കലാണ്. കൂടുതൽ തീർത്ഥാടകർ വന്ന് ക്യാമ്പ് ചെയ്യുന്ന നിലയ്ക്കലാണ്. പക്ഷേ നിലയ്ക്കലിൽ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് സെന്റർ ഇല്ല. വളരെ അടിയന്തരമായി കഴിഞ്ഞ തവണത്തെ പോലെ അടുത്ത സീസണെങ്കിലും ഞങ്ങളിപ്പോൾ പറയുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ രൂക്ഷമായി വിമർശിച്ചതിന്റെ പ്രതിഫലനം ഈ തവണ ഉണ്ടായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കഴിഞ്ഞ തവണത്തെ തെറ്റുകളും പോരായ്മകളും കുറ്റങ്ങളും മനസ്സിലാക്കി വരും വർഷങ്ങളിൽ ശക്തമായ പ്രവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിൽ വിമർശിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് അടിയന്തരമായി നിലയ്ക്കലും മറ്റ് പ്രധാന ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ തവണ കൊട്ടാരക്കര ഓച്ചിറ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. സ്പോട്ട് ബുക്കിംഗ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞായിരുന്നു ശബരിമല ദർശനത്തിന് വരുന്ന ഒരു ഭക്തനെ പോലും ദർശനം നൽകാതെ തിരിച്ചയക്കില്ല എന്ന് ഈ സീസണിന്റെ തുടങ്ങുന്ന ഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പമ്പയിൽ സ്പോട്ട് ബുക്കിങ്ങിന് ഭയങ്കരമായ തിരക്കാണ്. കൊടും വെയിലത്ത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ സ്പോട്ട് ബുക്കിങ്ങിന് ആധാർ കാർഡുമായി പ്രായമായവരും വികലാംഗരും വൃദ്ധരും ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നു. അതിന് അടുത്ത തവണ മാറ്റമുണ്ട്. ഞങ്ങൾ വിമർശിക്കുന്നത് കഴിഞ്ഞ തവണ അതിരൂക്ഷമായി ഞങ്ങളുടെ വിമർശനം ഒറ്റ സംഘടനയെ വിമർശിച്ചോളൂ. നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ തവണ ഇവിടെയുള്ള പത്രപ്രവർത്തകർക്ക് അറിയാം. കഴിഞ്ഞ തവണ ഒറ്റ സംഘടനയെ ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഈ കഴിഞ്ഞ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസൺ അലങ്കോലമാക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ പ്രവർത്തനത്തെ രൂക്ഷമായി വിമർശിച്ച ഒറ്റ സംഘടനയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുള്ളൂ. അത് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയനാണ്. അത് ഇപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ. അതുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ നാണയം എണ്ണി തിട്ടപ്പെടുത്തുന്ന കാണിക്ക എണ്ണി തിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ശാസ്ത്രീയമായ പരിഷ്കരണം ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴും ഈ നാണയങ്ങൾ തിരിഞ്ഞെണ്ണുക എന്നുള്ളത് അപ്രായോഗികമായ ഒരു കാലഘട്ടം. ഒരുപാട് പുരോഗതി നേടി. ഇപ്പോഴും ഒന്നിന്റെയും രണ്ടിന്റെയും അഞ്ചിന്റെയും നാണയങ്ങൾ തിരിഞ്ഞ് അട്ടിയിട്ട് ആ ജോലി ചെയ്യുക എന്നത് അപ്രായോഗികവും അശാസ്ത്രീയവുമാണ്. യന്ത്രവൽകൃത സംവിധാനത്തിലൂടെ കാലഘട്ടത്തിനനുസരിച്ച് ഇത് മാറണം എന്നാണ് യൂണിയന്റെ പ്രധാനപ്പെട്ട ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ രക്ഷാധികാരിയും മുൻ ശബരിമല മേൽശാന്തിയുമായിരുന്ന എൻ ഗോവിന്ദൻ നമ്പൂതിരി, യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പുതുമന മണി നമ്പൂതിരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ചവറ എസ് ലാലു, വർക്കിംഗ് പ്രസിഡന്റ് വി അനിൽകുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സജി വിഷ്ണത്തുകാവ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രസാദ് തമ്പി, ഷൈജു കോട്ടയം, അജിത് കുമാർ വിഷ്ണത്തുകാവ്, ചവറ അനിൽകുമാർ, പ്രസാദ് എന്നിവർ പങ്കെടുത്തു. സ്ട്രേറ്റ് ഫോർവേഡ്.